തിരുവനന്തപുരം ജവഹർ നഗറിന്നോ ശാസ്തമംഗലത്ത് നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കവടിയാർ ഗോൾഫ് ക്ലബിന്റെ അടുത്തു നിന്നോ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിലാണ് വില്ല കണക്കുള്ള ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ആർടെക്കിന്റെ ശ്രീരമ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ആണ്. അതിനകത്ത് B2 എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലായിട്ട് ഈ ഒരു അപ്പാർട്ട്മെന്റ് വിൽപ്പനയ്ക്കുള്ളതാണ്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. ടോട്ടലായിട്ട് 1729 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ്. നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫ്ലാറ്റുമായിട്ട് വാൾ ഷെയറിംഗ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഫ്ലാറ്റ് ഉള്ളത്. ഇത് നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ പുറത്തിറങ്ങാം. അവിടെ നിന്നും നമ്മുടെ ഒരു ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇതിൻ്റെ അപ്പുറത്ത് ഈ ഒരു ചുമര് ഇത് നമുക്കൊരു മതിൽ പോലെയാണ്. ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കാണ് അടുത്തൊരു ഫ്ലാറ്റ്. അതായത് ഈ മതിലിലേക്കല്ല അടുത്ത ഫ്ലാറ്റ് ചേർന്നിരിക്കുന്നത്. അവർക്കും ഇതുപോലെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. അതിൻ്റെ ആ രീതിയിലാണ് നമ്മുടെ ഒരു ഡിവിഷൻ ചെയ്തിട്ടുള്ള കേട്ടോ. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഫ്ലാറ്റിനുള്ളത് പോലെ പ്രൈവസിയുടെ ഇഷ്യൂ നമുക്കിവിടെ ഇല്ല. ഇവിടെ ഏകദേശം ഒരു 12 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഫ്ലാറ്റാണ്. പക്ഷെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കോമൺ ഏരിയ വരുന്നത്. ഇവിടെയായിട്ട് ലിവിങ് ഏരിയ വരും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്യാം. അവിടെയായിട്ട് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും നമ്മുടെ TVയിലേക്ക് വിസിബിലിറ്റി കിട്ടും. ഇവിടെ ഓൾറെഡി AC കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം സീലിങ്ങിലോട്ടൊക്കെ ഈ രീതിയിൽ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേറെ റെനോവേഷൻ വർക്കോ ഒന്നും തന്നെ ചെയ്യേണ്ടി വരത്തില്ല. ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ തൊട്ട് പിൻവശത്തായിട്ട് ഇതിനകത്ത് ഒരേ ഒരു വില്ല ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പണ്ടൊരിക്കൽ വീഡിയോ ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. കിച്ചണിൽ ഫുള്ളായിട്ട് മോഡൽ കിച്ചൻ്റെ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കാണാൻ സാധിക്കും. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ ഫ്ലാറ്റ് എടുത്താലും ഇന്നത്തെ നിലയിൽ നമുക്ക് ഇതുപോലുള്ള വർക്ക് ഏരിയ സ്പേസ് ഒന്നും സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇതൊരു വില്ല കണക്കാണ്. അതായത് ഫ്ലാറ്റ് എന്നല്ല, ശരിക്കും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഹൗസ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ സാധാരണഗതിയിൽ ഈ ലൊക്കേഷനിൽ ഒരു വില്ല വാങ്ങുന്ന കോസ്റ്റും ആവത്തില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പം നമ്മുടെ താഴെ ആദ്യത്തെ ബെഡ്റൂമാണ്. എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. പ്രീമിയം ബ്രാൻഡ്സാണ്. ഗ്രോഹെ പോലുള്ള പ്രീമിയം പൈപ്പ് ഫിറ്റിങ്സും സാനിറ്ററി വെയർസുമാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്ക് 3 പാളിയിലെ വലിയൊരു കബോർഡ് തന്നെ കാണാൻ സാധിക്കും. അതിലെല്ലാം സ്ലൈഡിങ് ഡോറാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഈ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണിയിലേക്കാണ് ആക്സസ് വരുന്നത്. ഈ ഒരു വില്ല നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് ബെഡ്റൂംസ് കാണിച്ചു തരാം. നമ്മുടെ ഈ കോമൺ സ്പേസിൽ നിന്ന് അടുത്ത 2 ബെഡ്റൂമുകളിലേക്ക് എൻട്രി വരും. ഈ കാണുന്നതാണ് അടുത്തൊരു ബെഡ്റൂം. ഇതിലായാലും ഈ ഒരു ചുമര് നോക്കി ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. മേളിൽ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. ഈ ഭാഗത്ത് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രീമിയം ഫിറ്റിങ്സ് തന്നെയാണ്. ഗ്രോഹെ പോലുള്ള പ്രീമിയം ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഈ റൂമുകളിൽ കാണുന്ന AC, ഹീറ്റർ, അതുപോലെ ഇവിടെ വെച്ചിട്ടുള്ള ഫർണിച്ചർ നോക്കിയാൽ നമുക്ക് കുറച്ച് സോഫാസും ഡൈനിങ് ടേബിളും ഓൾറെഡി ആ സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. അതായത് പെർമിഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. എല്ലാ റൂമുകളിലും നമുക്ക് ഹാളിലും അതുപോലെ എല്ലാ റൂമുകളിലും ഇതുപോലെ AC സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇനി നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. കബോർഡ് വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഇതിനും ഈ ഒരു കോമൺ സ്പേസിനും ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് കിട്ടും. അതായത് അപ്പുറത്തൊരു ബെഡ്റൂം ഈ കോമൺ സ്പേസിൽ നിന്നും നമുക്ക് ബാൽക്കണി ആക്സസ് ഉണ്ട്. അതുപോലെ നമുക്കൊരു പുറത്തേക്ക് ഒരു കോർട്ട്യാർഡും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. വേറൊരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. എന്നു വെച്ചാൽ ഓരോ പാർക്കിംഗ് സ്പേസിനും നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്താണ് വാങ്ങുന്നത്. ഈ ഫ്ലാറ്റിന് നമുക്ക് 2 പാർക്കിംഗ് സ്പേസും ഉണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഇതിന് ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി പ്രൈസ് അല്ലേ? നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു 15 വർഷം പഴക്കമുള്ള ഒരു ഫ്ലാറ്റിന്, അതായത് ഇത്രയും സൗകര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു 1500 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഫ്ലാറ്റിന് വരുന്ന വില പോലും ചോദിച്ചിട്ടില്ല. ഇത്രയും നല്ല നീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിക്ക് നമുക്കിവിടെ കോമൺ ഏരിയ ആയിട്ട് വരുന്നത് മെയിനായിട്ട് ജിമ്മുണ്ട്. അതുപോലെ തന്നെ ഒരു പാർട്ടി ഏരിയ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് വരുന്ന കോമൺ ഫെസിലിറ്റീസ്. പിന്നെ അല്ലാണ്ട് 24 hours സെക്യൂരിറ്റി സർവീസ്, ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഒരു ഫ്ലാറ്റിന് വരുന്ന എല്ലാ രീതിയിലുള്ള സർവീസസും ഇവിടെ കിട്ടുന്നുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. പിന്നെ ഇത് ടോട്ടലായിട്ട് 4 നില മാത്രമുള്ള അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതുപോലത്തെ 3-4 ടവേഴ്സാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അകത്ത് വരുന്നത്. ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്.